പുറത്ത് വന്നിരിക്കുന്നേ? ആ, അകത്ത് വന്നിരുന്ന നമ്മളെയൊക്കെ കാണുമല്ലോ. ഇതാവുമ്പോഴത്തേക്ക് ആ പ്രശ്നമില്ല. എന്റെ പൊന്നു ലച്ചൂസേ, ഞാൻ ഇവിടെ മനസ്സമാധാനത്തോടെ വന്നിരിക്കുകയല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്നെ ചൊറിയണേ? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. അയ്യാ, ശ്രദ്ധിച്ചിട്ടില്ലേ, ഞാൻ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന ആരായിട്ടാ? അമ്മൂമ്മയായിട്ട്. കാരണം എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം അമ്മൂമ്മേനെ. ജ്യൂസ് കുടി. എനിക്കൊന്നും വേണ്ട. കുടിക്കണോ? ഞാൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? വലിയ തരക്കേടില്ല. എങ്ങനെ? വലിയ തരക്കേടില്ല. എന്നാലും കൊള്ളാന്ന് പറയരുത് കേട്ടാ. അത് സമ്മതിച്ചതാണേ. എന്ത്? അത് കൊള്ളാവുന്ന ജ്യൂസ്. ജ്യൂസാ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, അങ്ങ് സമ്മതിച്ചേക്ക്. സത്യം പറഞ്ഞാ എന്താണ്? ശരിക്കും നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്തോ? അതാണ്, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വരെയത്. ശരിക്കും നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം പറ. അല്ല, ഒരു കാര്യം ചെയ്യ്, അത് വിടും. ലച്ചൂസേ, ഈ കൂട്ടുകുടുംബത്തില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ? അങ്ങനെ പറയാൻ കാരണം? അല്ല, പലവിധം തിരക്കുകൾ കാരണം പരസ്പരം ശ്രദ്ധിക്കാൻ പറ്റിയെന്നൊക്കെ വരില്ല? അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. ദാറ്റ്സ് കോൾഡ് ബാലൻസിങ്. എന്തെങ്കിലും പറ. ഒന്നുമില്ലടി, ഞാൻ നിന്നെ നോക്കിയതല്ലേ. ലച്ചൂസേ, നീ ഇപ്പം പഴയ പോലെ ആഹാരമൊന്നും കഴിക്കുന്നില്ലല്ലേ? നല്ലോണം മെലിഞ്ഞിരിക്കണു എന്നാണോ പറയാൻ വന്നേ? അതെ. എന്റെ പൊന്നു സിദ്ധു, ഞാൻ കഴിക്കുന്നൊക്കെ നീ കാണുന്നില്ലേ? ശരീരത്ത് പിടിക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാ? ഒരുമാതിരി പ്രത്യേക തരം ബോഡി ടൈപ്പ് ആണ് എന്റെ. എത്ര കഴിച്ചാലും പിടിക്കൂല. പിന്നെ നീയും പഴയതുപോലെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. വന്ന സമയത്ത് എന്തായിരുന്നു? നാടൻ ഭക്ഷണം, വീട്ടിലെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് അമ്മൂമ്മനെ കൊണ്ട് എല്ലാ ഫുഡും ഉണ്ടാക്കിപ്പിക്കും. ഇപ്പോഴോ കഴിക്കാൻ വിളിച്ചാൽ പോലും വരൂല. എന്താന്ന് അറിയത്തില്ല, ഭക്ഷണത്തിനോടൊന്നും ഒരു താല്പര്യം ഫീൽ ചെയ്യുന്നു. ആ, കടയിൽ പോയ ടീംസ് വരുന്നുണ്ടല്ലോ. ഇവരോട് പോയാലും കടയിലാ. സാധനങ്ങളൊക്കെ മേടിച്ചാ? ഈ കൊച്ചിന്റെ കൂടെ ഉണ്ടല്ലോ, ഒരിടത്ത് പോകാൻ കൊള്ളത്തില്ല. ഏതേലും കടയിലൊക്കെ കേറിയാലേ ഇങ്ങനെ നോക്കിക്കൊണ്ട് കാഴ്ച കണ്ടോണ്ട് നിൽക്കും, വിളിച്ചാലും വരത്തില്ലെന്നേ. இதனால தான் நான் எல்லா பொருளும் வாங்குறதுக்கு தனியா போறேன், உங்க கூட வராம இருக்கேன். തനിയെ പോകുന്ന എന്താണെന്നറിയോ? നമ്മളൊരു കടയിൽ ചെന്നിപ്പോ ഒരു സാധനം മേടിക്കുവാന്നെങ്കിൽ എങ്ങനെ, ഉദാഹരണത്തിന് ഉള്ളി മേടിക്കുവാന്ന് കൂട്ടും, നമ്മൾ 1 കിലോ ഉള്ളി എടുത്ത് കൊടുത്ത് തൂക്കാൻ പറയും. ഇതങ്ങനല്ല. ഒരു ഉള്ളി എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അത് നോക്കി അതിന്റെ ചന്തം നോക്കി നമുക്ക് ദേഷ്യം വരും. என்னமா அது? இந்த பொருள் எல்லாம் எங்க ஊர்ல இருந்து தானே வருது, அதனால இதெல்லாம் எனக்கு பார்த்து வாங்க நல்லா தெரியும், அதனால தான் நான் பார்த்து பார்த்து வாங்குவேன். പറഞ്ഞു ജയിക്കാൻ കനകത്തിനെ കഴിഞ്ഞേ ഉള്ളൂ, വേറെ ആരും. ബാക്കി ഞാൻ അവിടെ വന്നിട്ട് തരാം കേട്ടോ. ബാ ഇങ്ങോട്ട്. ஐயோ, இன்னைக்கு என்ன நல்லா திட்ட போறாங்க. நான் போயிட்டு வரேன். ലച്ചൂസേ, ശരിക്കും കനകാന്റി നമ്മുടെ കുടുംബാംഗമല്ലേ? പിന്നെ അങ്ങനെയാണല്ലോ. എവിടെയോ കിടന്ന നമ്മൾ ഒന്നായില്ലേ? എവിടെയോ കിടന്ന ഞാൻ നിങ്ങളുടെ എത്തിയില്ലേ? എല്ലാം ഒരു നിഷേധം. നിഷേധോ? നിയോഗം. അമ്മൂമ്മ പറയുന്നതായിട്ട് ഓരോന്നൊക്കെ പറയുന്ന, പക്ഷെ സ്പെല്ലിംഗ് മാറിപ്പോയി. അതെ, നമുക്ക് കുഴിപ്പണത്തും ഉണ്ട്. അത് കൊള്ളാം. എല്ലാം നീ തന്നെ പറയുന്ന. നീ വഴക്കുണ്ടാക്കിപ്പിക്കാൻ നിക്ക. സിധു, നമുക്കേ ആ പാറമടയുടെ അവിടെ ഒരു നടന്നിട്ട് വന്നേക്കാം. ഞാനും വരണ്ട, കയറി പോവാൻ നോക്കും.
എന്താളിയാ? അളിയാ ഉം. ട്രിപ്പ് പോകുന്ന കാര്യം അളിയനൊന്ന് ഉത്സാഹിക്കണം. അത് ശരി. ഇപ്പൊ ഞാൻ ഉത്സാഹിക്കാത്ത കൊണ്ടാണോ ട്രിപ്പ് പോകാത്തത്? ഞാൻ നല്ല ഉത്സാഹം കാണിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയാണ് പ്രശ്നം. അളിയാ അളിയനെ എങ്ങനെയെങ്കിലും ചേച്ചി സോപ്പിട്ട് കയ്യിലെടുക്കണം. ഓക്കെ. പിന്നെ കൂടുതൽ തണുപ്പുള്ള സ്ഥലമൊന്നും പറയരുത്, ചേച്ചി പിന്മാറും. ആണോ? ചേച്ചിക്ക് തണുപ്പ് പിടിക്കൂല. ഓ, അങ്ങനെയാണെങ്കിലേ നമുക്കേ ചേച്ചീനെ മരുഭൂമിയിലോട്ട് കൊണ്ടുപോവാം. മാഡം എന്താണ് അളിയനെ നൈസായി സോപ്പിടണ? സോപ്പിടുന്നല്ല അമ്മായി, പിന്നെ ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേ അളിയാ? ഓ, മാഡത്തിന്റെ വായിൽ കൊച്ചു വർത്താനൊക്കെ വരുമോ? സാധാരണ വലിയ വർത്താനം പറയണ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. ശത്രുക്കള് കൂടി വരുന്നു. എന്തോന്ന്? ഒന്നുമില്ല അമ്മായി. നിന്നെ ഞാൻ വിലസ അനുവദിക്കൂല എന്റെ മോളെ. എന്താ പറഞ്ഞു? ഇല്ല, ഈ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അതെന്തായാലും പോണം. ലച്ചുവിനെ ഒന്ന് പിടിച്ചു വലിച്ചോണ്ട് കൊണ്ടുപോയാ പറ്റും. യാത്രകളൊക്കെ ഇല്ലാണ്ട് എന്തോന്നും ചെയ്തതല്ല അമ്മായി. പിന്നല്ല. ഒരു രസമില്ല അമ്മായി. ചേച്ചി വന്നാലേ ട്രിപ്പ് നടക്കത്തുള്ളൂ. പക്ഷെ ചേച്ചി വന്ന പ്രശ്നവുമാ. എന്തോന്നും പ്രശ്നം? നമുക്ക് ഫ്രീഡം തരത്തില്ല. അമ്മൂമ്മയെക്കാളും കഷ്ടമാ. മക്കളെ ആരെയാ കുറ്റം പറഞ്ഞോണ്ടിരുന്നേ? ചേച്ചിക്ക് എന്തിനാ ചേച്ചി സംശയം? ഞാൻ കുറ്റമൊന്നും അല്ല പറഞ്ഞത്. മക്കളെ പാറു, എനിക്ക് നിന്നെ എപ്പോഴും സംശയ. ചേച്ചി എന്തിനാ സംശയിക്കുന്നേ? അത് നിന്റെ കയ്യിലിരിപ്പിന്റെ. എന്താ അമ്മ ഇവള് പറഞ്ഞോണ്ടിരുന്നേ? ഒന്നും പറഞ്ഞില്ല അമ്മായി. ഒന്നും പറഞ്ഞില്ല. ട്രിപ്പിന്റെ കാര്യം പറഞ്ഞോണ്ടല്ലേ? അല്ലേ ട്രിപ്പിന്റെ കാര്യല്ലേ? അതെ അതെ. അമ്മയെ, ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ പറ്റി ഇവള് കുറ്റം പറയും എന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ കുറ്റം പറഞ്ഞില്ല. അതെ, കുറ്റം പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ വരാം. അല്ല, ഞാനും വരാം. കയ്യില് കിട്ടും, അന്നേരം ഞാൻ പിടിച്ചോളാം കേട്ടോ. കുറ്റം പറഞ്ഞില്ല. ചെല്ല്.